ഹായ് നമസ്കാരം, ജോബി വിദ്യത്തിലാണ്. നമ്മളിപ്പം കല്ലാറൂട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെയേറെ കൗതുകം നിറഞ്ഞ മനോഹരമായൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരുന്നു. നദാനി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഡയറക്ടറാണ് നമ്മുടെ ടോംസൺ. അപ്പോൾ ബ്രോയിനെ നമുക്കിവിടെ കാണാം കേട്ടോ. അപ്പം ടോംസനും ഇവിടെയുള്ള ചേട്ടന്മാരെല്ലാം കൂടെ രാവിലെ എന്നെ കോൺടാക്ട് ചെയ്തു. അതായത് എന്നോട് ചോദിച്ചു, റോപ്പിലൂടെ തടി വലിയൊരു മലയുടെ മുകളിൽ നിന്നും ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അത് കേട്ടപ്പോൾ തന്നെ നമുക്കൊരു കൗതുകം തോന്നി. പിന്നെ മേലും കീഴും നോക്കിയില്ല, നേരെ ക്യാമറ എടുത്ത് നമ്മൾ നേരെ കല്ലാറൂട്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മുകളിൽ എന്ന് പറയുന്നാൽ ബാക്കിലായിട്ട് വലിയൊരു മലയാട്ടോ. അവിടെ നിന്നും നമ്മുടെ തടി മെയിൻ റോഡിലേക്ക് ഇറക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല, ഹെവി ടാസ്ക്കാണ്. അപ്പം ഇവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് റോപ്പ് കെട്ടിയേക്കുവാണ്. ഇപ്പോൾ അവരവിടെ റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. റോപ്പ് കെട്ടിയതിന് ശേഷം ആ റോപ്പിലൂടെയാണ് മലയുടെ മുകളിൽ നിന്നും തടി താഴത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. ആ ഒരു മനോഹര കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നേരെ നമുക്ക് പോകാം. അങ്ങനെ വലി അടുത്ത പെണ്ണെ ഏകദേശം ഒരു 200 മീറ്റർ ഹൈറ്റിൽ നിന്ന്, അത് 200 മീറ്റർ ദൂരെ നിന്നുമാണ് നമ്മുടെ റോപ്പിലൂടെ തടി നമ്മുടെ താഴത്തേക്ക് വരുന്നത് കേട്ടോ. നമ്മൾ ഈ ഇടവഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് നേരെ മുകളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിറച്ച് പാറക്കൂട്ടങ്ങളാണ്, പാറയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചുമന്നിറക്കാനോ മറ്റൊരു യാതൊരു മാർഗ്ഗമില്ല. അല്ലെങ്കിൽ സാധാരണ പൊതുവേ നമ്മുടെ ഒരു ഹൈറ്റിൽ നിന്ന് ഇങ്ങനെ തടി ഇറക്കണമെങ്കിൽ നമ്മൾ മലയുടെ മുകളിൽ ഇങ്ങനെ ഊർത്ത് താഴ്ത്തേക്ക് വിടുകയാണ് പൊതുവേ ചെയ്യാറ്. ഇവിടെ നമ്മൾ നോക്കി കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നിന്ന് തടി ഇറക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ നമുക്ക് ചുമന്നിറക്കാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞ പോലെ നമുക്ക് ഊർത്തി വിട്ട് ഇറക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിൽ കുറച്ച് വാട്ടർഫാൾസ് വെള്ളമൊക്കെ ഒഴുകി പോകണം നമുക്ക് കാണാൻ സാധിക്കും. ചെറിയൊരു അരുവിയുണ്ട്. അതുപോലെ ഈ സൈഡ് മൊത്തം പാറയാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് തടി ഇറക്കാനുള്ള ഏക മാർഗ്ഗമെന്ന് പറയുന്നത് റോപ്പ് മാത്രമാണ്. ഇപ്പം അവർ അവിടെ റോപ്പെല്ലാം കെട്ടി സെറ്റായി സ്ട്രോങ് ആയി. ഇനിയിപ്പോൾ ചേട്ടന്മാർ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റില്ലേ, അങ്ങോട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അങ്ങോട്ട് ഇപ്പോൾ ആ ചേട്ടന്മാർ വരും. അതിനുശേഷം എങ്ങനെയാണ് ആ തടി റോപ്പിലേക്ക് കയറ്റി താഴത്തേക്ക് വിടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ തോമസ് ബ്രോ വീണ്ടും അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ തടി വരുന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടല്ലോ, വളരെ എൻ്റെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സംഭവമായിരുന്നു. അതുപോലെ നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ ആളുകളുടെ, അതായത് ഇവിടുത്തെ തടിപ്പണി ചെയ്യുന്ന ചേട്ടന്മാരുടെ ഒരു കഷ്ടപ്പാടും കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബ്രോ വീണ്ടും ഷൂട്ട് ചെയ്തിട്ടിരിക്കുമല്ലേ? ഓക്കെ. അപ്പോൾ എന്താ പറയാനുള്ളത്, ഇന്നത്തെ ഒരു നമ്മൾ ഇടുക്കിക്കാർ വേറെ ലെവലല്ലേ, സമ്മതിക്കണം. അത് തന്നെ, അത് സത്യം കേട്ടോ. അതിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഓക്കെ, ബൈ, ടാറ്റ.